എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ദുഃഖ ദിനമാണ്, അല്ലെങ്കിൽ ദുഃഖ ദിനത്തിൻ്റെ ആചരണമാണ്. കാരണം ഇന്ന് 80 വർഷമായി ലോകത്ത് ആദ്യമായിട്ട് അണുബോംബ് വർഷിച്ചിട്ട്. 80 വർഷം ദുരിതം നേരിടേണ്ടി വന്നത് ജപ്പാനിലെ ആളുകൾക്കുമാണ്. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിച്ചു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച കാലഘട്ടമാണ്. പക്ഷേ അവസാനിച്ചതിന് ശേഷവും സൂപ്പർ പവർ അല്ലെങ്കിൽ ലോകൽ പോലീസ് പട്ടം ആർക്കാണ്? അതിനു വേണ്ടിയാണ് ഈ രണ്ട് സ്ഥലത്തും ബോംബ് വർഷിച്ചത്. ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6-നും 3 ദിവസം കഴിഞ്ഞ് ജപ്പാനിലെ തന്നെ അടുത്ത പട്ടണമായ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചു. ഹിരോഷിമയിൽ ഏകദേശം 80,000 പേരും 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9-ന് 1945 ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിലെ ബോംബ് വർഷത്തിൽ ഏകദേശം 73,000 പേരും വെന്തു മരിച്ചു. അപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ നിഷ്ഠൂരമായ മരണമാണ്, നാശനഷ്ടങ്ങളാണ് ഈ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിൻ്റെ കാരണം കൂടെ അത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും അതിനു മുമ്പ് തന്നെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതുപോലെയായിരുന്നു. കാരണം ജർമ്മനിയിലെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഇറ്റലിയിലെ മുസോളിനിയെ സഖ്യകക്ഷികൾ കൊന്നു. സഖ്യകക്ഷികൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ. അന്ന് ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് വിൻസ്റ്റൺ ചർച്ചിൽ, അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹാരി ട്രൂമാൻ, സോവിയറ്റ് ലീഡർ സ്റ്റാലിൻ. അപ്പൊ ഈ 3 വൻ ശക്തികളും ജപ്പാൻ, ജർമ്മനി, ഇറ്റലി, ഇവർ 3 പേരും 2 ഭാഗത്തു നിന്നാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവുന്നത്. ഏതായാലും ശരി, അങ്ങനെ ഒരു യുദ്ധം മേലിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജനങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന, ജനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, രോഗങ്ങൾ പരത്തുന്ന, ജനങ്ങളെ കൊല്ലുന്ന ബോംബ് വർഷവും യുദ്ധവും ഈ ലോകത്തുണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും സമാധാനത്തിനും സന്തോഷത്തിനും ജനക്ഷേമത്തിനും വേണ്ടി ഓരോ ഗവൺമെന്റുകളും പ്രവർത്തിക്കട്ടെ. ജനങ്ങളിൽ വിഭാഗീയത ഉണ്ടാക്കി, വംശീയത ഉണ്ടാക്കി, ജാതിയും മതവും പറഞ്ഞ് കടിപിടി കൂടുന്ന ചാനലുകളും പത്രങ്ങളും ഈ നാട്ടില് കുഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. വിദ്വേഷവും അക്രമവും വെറുപ്പും ഇതെല്ലാം പരത്തുന്ന ജനങ്ങളോടും